ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷവും യേശു കർത്താവിൻ്റെ ക്രൂശിനെക്കുറിച്ചും ക്രൂശീകരണത്തെക്കുറിച്ചും ആ കുരിശിനെക്കുറിച്ചും നമുക്ക് ചിന്തിക്കുവാൻ ദൈവം നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ഈ ദിവസത്തെ പലരും പല പേരുകൾ ചൊല്ലി പറയുന്നത് നമുക്കറിയാം. ദുഃഖവെള്ളിയെന്നും ഗുഡ് ഫ്രൈഡേ എന്നും നല്ല വെള്ളിയും എന്നാണ് പലരും ഈ ദിവസത്തെക്കുറിച്ച് പറയുന്നത്. ഏതായാലും ഈ ദിവസം ദുഃഖവെള്ളിയല്ല, ഒരു ഗുഡ് ഫ്രൈഡേ ആണ് ഈ ദിവസം. കാരണം യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്ന് 3.5 വർഷക്കാലം തൻ്റെ ശുശ്രൂഷ ചെയ്ത് തിരുവചനം പറഞ്ഞതുപോലെ അതിൻ്റെ നിവൃത്തീകരണമായിട്ട് യേശു കർത്താവ് ക്രൂശിൽ ക്രൂശിക്കപ്പെട്ട യേശു കർത്താവ് അടക്കം ചെയ്യപ്പെട്ട് 3-ാം ദിവസം ഉയിർത്തെഴുന്നേറ്റ് യേശു കർത്താവ് ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു യേശു കർത്താവാണ്. അതുകൊണ്ട് ഈ ദിവസം നമുക്ക് ദുഃഖവെള്ളിയല്ല, ഗുഡ് ഫ്രൈഡേ ആണ് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. യേശുവിൻ്റെ കുരിശിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് വളരെ നമുക്ക് പ്രയോജനമുള്ള ഒന്നായിരിക്കും. ഒന്നാമതായിട്ട് ക്രൂശിലൂടെ ഉണ്ടാകുന്ന രക്ഷയാണ്. ഈ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് പറയുന്ന കാര്യം ഇതാണ്: പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ യേശു വന്നു എന്നുള്ളതാണ്. പാപികൾക്ക് മോചനം നൽകുവാൻ യേശു കർത്താവ് ലോകത്തിൽ വന്നു എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നാം നോക്കുമ്പോൾ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടിരുന്ന സമയം 2 ഭാഗത്തും 2 കള്ളന്മാരും ചേർന്ന് ക്രൂശിക്കപ്പെട്ടിരുന്നു. അതിലെ ഒരു ഭാഗത്തുള്ള കള്ളനോ യേശു കർത്താവെ നിന്ദിച്ച ആ വേളയിൽ മറ്റു ഭാഗത്തുള്ള കള്ളനോ യേശുവിൻ്റെ വാക്കുകളെ കേട്ട് അവൻ്റെ മനസ്സിൽ ഒരു മാറ്റമുണ്ടായി. യേശു കർത്താവിനോട് കൂടെ ചോദിക്കുന്നു: യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. എന്തുകൊണ്ട് ഈ കള്ളൻ യേശു കർത്താവിനോട് കൂടെ ഇപ്രകാരം ചോദിക്കുവാൻ കാരണം? അവൻ യേശുവിനെ ഒരു രക്ഷിതാവായി, രക്ഷ നൽകുന്ന യേശുവായി അവൻ മനസ്സിലാക്കിയതിലൂടെയാണ്, അനുഭവിച്ചതിലൂടെയാണ്, കണ്ടതിലൂടെയാണ് യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് അവൻ അപേക്ഷിച്ചതും അതിന് യേശു കർത്താവ് ഉത്തരമായിട്ട് പറഞ്ഞത്: നീ എന്നോട് കുറെ പരദീസിൽ ഇരിക്കുമെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. കുരിശ്, യേശുവിൻ്റെ കുരിശ് രക്ഷയിലേക്ക് നമ്മെ നടത്തുന്ന കുരിശാണ്. രണ്ടാമതായിട്ട് യേശുവിൻ്റെ കുരിശെന്ന് പറയുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം നാം വായിക്കുമ്പോൾ സ്നേഹം നൽകുന്ന കുരിശാണ്. അവിടെ പൗലോസ് പറയുന്നു: ക്രിസ്തുവ് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. കുരിശ് യേശുവിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്ന ഒന്നാണ് യേശുവിൻ്റെ കുരിശ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിൻ്റെ ക്രൂശിലൂടെ നൽകപ്പെട്ട സ്നേഹമാണ് വലിയ സ്നേഹമെന്ന് പറയുന്നത്. മനുഷ്യ സ്നേഹമെല്ലാം നഷ്ടപ്പെടുന്ന ഈ കാലത്തിൽ യേശുവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് അത് ഒരിക്കലും മാറാത്ത സ്നേഹം, മാറ്റപ്പെടാത്ത സ്നേഹം, യേശുവിൻ്റെ കുരിശിലൂടെ നമുക്ക് നൽകപ്പെടുന്നതായ സ്നേഹമാണ്. ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് പറയുമ്പോൾ യേശു കർത്താവിനെ ക്രൂശിൽ കിടത്തി തറച്ചത് ആണികളല്ല, മറിച്ച് നമ്മോടുള്ള സ്നേഹം അത്രയെന്ന് ആ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന കാര്യം ഇവിടെ നാം ഓർമ്മിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ സ്നേഹമാണ്, നമ്മോടുള്ള സ്നേഹമാണ് യേശുവിനെ ക്രൂശിൽ തറപ്പിച്ചത് എന്നതാണ്. അപ്പോൾ കുരിശ്, യേശുവിൻ്റെ കുരിശ് സ്നേഹം നൽകുന്ന കുരിശാണ്. മൂന്നാമതായിട്ട് നാം നോക്കുമ്പോൾ യേശുവിൻ്റെ കുരിശ് നമ്മെ രൂപാന്തരത്തിലേക്ക് നടത്തുന്ന കുരിശാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നാം വായിക്കുമ്പോൾ എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഇതാരാണ് പറയുന്നത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഇവിടെ ഈ വാക്യം പറയുന്നത് ആരെന്ന് നമുക്കറിയാം. സൗലായിരുന്ന മനുഷ്യൻ പൗലായിട്ട് രൂപാന്തരം പ്രാപിച്ചപ്പോൾ പറയുന്ന ഒരു വാക്യമാണ്. സൗലിൻ്റെ ജീവിതം നമുക്കറിയാം.
ക്രിസ്തുവിനെ, ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചതായ ഒരു ശൗൽ ജീവിതത്തിൽ ഒരു രൂപാന്തരത്തിലേക്ക് അവൻ കടന്നു വന്നപ്പോൾ ആ യേശുവിൻ്റെ കുരിശ് അവൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം നൽകിയതിലൂടെയാണ് ഈ പൗലോസ് പറയുന്നത്, എനിക്കോ നമ്മുടെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. അങ്ങനെയാണെങ്കിൽ ഈ ഗുഡ് ഫ്രൈഡേ ആചരിക്കുന്ന ഈ നിമിഷങ്ങളിൽ പ്രിയ ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിലും കർത്താവേ, അങ്ങയുടെ ക്രൂശിലൂടെ എനിക്കൊരു രൂപാന്തരം തരണമേ, ഒരു മാറ്റം തരണമേ എന്ന് ആ ക്രൂശിനെ നോക്കി നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. ഒന്നാമതായി നാം ചിന്തിച്ചു, കുരിശ് നമുക്ക് രക്ഷ നൽകുന്ന കുരിശാണ്. രണ്ടാമതായിട്ട് യേശുവിൻ്റെ കുരിശ് സ്നേഹം നൽകുന്ന കുരിശ്, ഒരിക്കലും മാറിപ്പോകാത്ത സ്നേഹം, മാറ്റപ്പെടാത്ത സ്നേഹം നൽകുന്ന കുരിശാണ്. രൂപാന്തരത്തിലേക്ക് നമ്മെ നടത്തുന്ന കുരിശാണ്. ഈ കുരിശിൻ്റെ വചനങ്ങളെ ധ്യാനിക്കുന്ന ഈ നിമിഷങ്ങളിൽ പ്രിയ ദൈവമക്കളെ, നാം ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാം. സൗൽ ഒരു പൗലോസായി മാറിയതുപോലെ നമ്മുടെ ജീവിതവും യേശുവിൻ്റെ ക്രൂശിൻ്റെ അടുക്കലേക്ക് നാം കടന്നു വരുന്നതിലൂടെ രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ കുരിശിനെ അനുഗമിക്കുന്നവരായിട്ട്, ക്രിസ്തുവിൻ്റെ കുരിശിനെ നാം ചുമക്കുന്നവരായിട്ട് മാറാം. ദൈവം അതിനായിട്ട് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.